ചൈനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് പ്ലീനറി സെഷനെ ഇന്ന് അഭിസംബോധന ചെയ്യാനിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ പ്രാദേശിക സഹകരണം വളർത്തുന്നതിനുള്ള ഇന്ത്യയുടെ സമീപനം മോദി വിശദീകരിക്കും. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം 7 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ചൈനയിലെത്തുന്നത്. ട്രംപിന്റെ ഈ താരിഫ് വർധന അത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ ലോകരാജ്യങ്ങളുമായി സൗഹൃദം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന നീക്കവും അത് തന്നെയാണ്. ഇന്നിപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിയിലൊക്കെ അദ്ദേഹം സംസാരിക്കാനിരിക്കുകയാണല്ലേ? അമൃത, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും എന്തായാലും ഷാങ്ഹായ് ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി ഇന്നലെയാണ് ചൈനയിൽ എത്തിയത്. അദ്ദേഹം ഇന്നലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടൊക്കെയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടൊക്കെയും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അമേരിക്കയുടെ അധിക താരിഫിനെതിരായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ലോകവിപണി, പുതിയ ലോകവിപണി അത് എത്രയും പെട്ടെന്ന് തന്നെ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ജപ്പാനിലേക്കും ചൈനയുമായിട്ടും അതോടൊപ്പം തന്നെ റഷ്യയുമായിട്ടൊക്കെയുള്ള നീക്കുപോക്കുകൾക്ക് ഇന്ത്യ ഇപ്പോൾ തയ്യാറായിരിക്കും. നമുക്കറിയാം ചൈനയുമായിട്ടൊക്കെയും അതിർത്തി പ്രശ്നങ്ങളും മറ്റു ചില പ്രശ്നങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇപ്പോഴും നമ്മൾ ചൈനയോട് കൂടി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്ക അല്ലെങ്കിൽ ട്രംപിനെതിരായിട്ടുള്ള ഒരു നീക്കം, ഒരു പുതിയ ലോകക്രമം പടുത്തുകൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 25% ആദ്യം താരിഫ് കൊണ്ടുവന്നെങ്കിൽ പോലും അതിന് ഉപോത്പലകമായിട്ട് വീണ്ടും 25% കൂടി കൊണ്ടുവന്ന അധിക താരിഫ് 50% ഇന്ത്യയുടെ വിപണിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്കെതിരെ മറ്റു ലോകരാജ്യങ്ങളുടെ പിന്തുണ കൂടി നേടിക്കൊണ്ട് ഒരു ആഗോള മാർക്കറ്റിലേക്ക് ഇന്ത്യ കടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഷാങ്ഹായ് ഉച്ചകോടിയിൽ നിന്ന് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ വിവിധ ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടൊക്കെയും സംസാരിക്കുക. എന്തായാലും വിവിധ ഉടമ്പടികൾ, പ്രത്യേകിച്ച് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് നേടാൻ പറ്റുന്ന പുതിയ മാർക്കറ്റുകൾ, അത് ഏതൊക്കെ മേഖലയിലാണ് ഇപ്പോൾ റഷ്യയുമായിട്ട് നിലവിലുള്ള എണ്ണ വ്യാപാരമാണ്, അത് ഇല്ലാതാക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോകണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇന്ത്യ തയ്യാറാവുന്നത്. നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളൊപ്പം ഇന്ത്യയും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയ രീതിയിൽ ലാഭമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് റഷ്യയിൽ നിന്നും അധിക തോതിൽ അല്ലെങ്കിൽ കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കുന്നത്. അത് ഇല്ലാതാക്കണം. അത് മറ്റു അറബ് രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യണമെന്നുള്ള അമേരിക്കയുടെ താല്പര്യം അല്ലെങ്കിൽ അമേരിക്കയുടെ സ്ഥാപിത താല്പര്യത്തിനെതിരെയാണ് ഇന്ത്യ നീങ്ങാൻ ശ്രമിക്കുന്നത്. അതിന് ട്രംപ് വിഘാതം സൃഷ്ടിക്കുന്നെങ്കിൽ ട്രംപുമായിട്ടൊരു കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടുകൂടി തന്നെ ജപ്പാനുമായിട്ടും ചൈനയുമായിട്ടും റഷ്യയുമായിട്ടൊക്കെയും ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഷാങ്ഹായ് ഉച്ചകോടിയിൽ വിവിധ രാജ്യങ്ങളുമായിട്ടൊക്കെയും സംസാരിക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെയാണ് കൂടുതൽ ഈ പറയുന്ന പോലെ വിവിധ മേഖലകളിലുള്ള മാർക്കറ്റുകൾ അത് ഇന്ത്യയിൽ കൊണ്ടുവരിക, അത് കണ്ടെത്തുക, പുത്തൻ വാതായനങ്ങൾ തുറക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ലക്ഷ്യം. പ്രധാനമായിട്ടും ഇപ്പോൾ റഷ്യയുമായിട്ട് മരുന്ന് വ്യാപാരം, അതുപോലെ യന്ത്ര വ്യാപാരം അടക്കമുള്ള നിരവധിയായിട്ടുള്ള പുതിയ ട്രീറ്റുകൾ ഇന്ത്യ ഇപ്പോൾ ഒപ്പുവെക്കാൻ ഇരിക്കുകയാണ്. പ്രധാനപ്പെട്ട ചില ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്, നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ചില ഉടമ്പടികൾക്ക് വിഘാതം സൃഷ്ടിക്കാതെ തന്നെ പുതിയ ചില ഉടമ്പടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഇന്ത്യ ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അതിന് മറ്റു ലോകരാജ്യങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായാലും ഷാങ്ഹായ് ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി ചൈനയിൽ 7 വർഷങ്ങൾക്ക് ശേഷമാണ് എത്തുന്നത്. നമുക്കറിയാം ഈ ഗാൽവാൻ സംഘർഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിൽ നിലനിന്നിരുന്നു. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടൊരു പല സമ്മർദ്ദങ്ങൾക്കും ഇന്ത്യ വഴങ്ങിക്കൊടുക്കാതെ തന്നെയാണ് ഇപ്പോൾ ചൈനയുമായിട്ടൊരു സൗഹൃദ സംഭാഷണത്തിന് ഇന്ത്യ തയ്യാറായിരിക്കുന്നത്. ഇന്നലത്തെ ചർച്ച ഏറ്റവും വിജയകരമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തി മേഖലയിൽ ഇപ്പോൾ സമാധാനപരമായി നീങ്ങുകയാണ്. ആ സമാധാനം ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവും ഇന്ത്യയാണ്. രണ്ടാമതാണ് ചൈന. അപ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾ നോക്കുന്ന ഏറ്റവും വലിയ ആഗോള മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെയാണ്. അതേപോലെ ടെക്നോളജികൾ രംഗത്തായാലും മറ്റ് വ്യാപാര രംഗത്തായാലും ഇന്ത്യയാണ് മറ്റ് ലോകരാജ്യങ്ങളൊക്കെയും ഏറ്റവും വലിയ മാർക്കറ്റായി അവർ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ആഗോള കമ്പോള സംസ്കാരത്തിലേക്ക് ഇന്ത്യ കടക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കുക എന്നുള്ള അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ പുതിയ ചില തിരിവ് നയങ്ങൾക്കെതിരെയാണ് ഇന്ത്യ പൊരുതുന്നത്. അത് മറ്റ് ലോകരാജ്യങ്ങളുടെ പങ്കോടുകൂടി അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് കൂടുതൽ വിപണി കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യ.